ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളുടെ ഈ വീഡിയോ ക്ലാസ് 12-ലെ ആപ്ലിക്കേഷൻസ് ഓഫ് ഇൻ്റഗ്രൽസ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂവേഷൻ ആണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ ചോദ്യം ഇതാണ്. അപ്പോൾ നമ്മളുടെ പ്രീവിയസ് വീഡിയോസ് കണ്ടിട്ടില്ലാത്തവർ അതൊന്ന് നോക്കിയേക്കണം. കാരണം നമ്മൾ ചെയ്യുന്ന പ്രോബ്ലംസ് കണ്ടിന്യൂസ് ആയതുകൊണ്ട് തന്നെ അത് ചിലപ്പോൾ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ പ്രീവിയസ് വീഡിയോസിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാവാം. അങ്ങനെ എന്തെങ്കിലും ഡൗട്ട് തോന്നുവാണെങ്കിൽ നിങ്ങളുടെ പ്രീവിയസ് വീഡിയോസ് ഒന്ന് ചെക്ക് ചെയ്താൽ മതിയാവും. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് പ്രോബ്ലം ഇതാണ്. ഫൈൻഡ് ദ ഏരിയ ബിറ്റ്വീൻ ദ കർവ്സ് y ഈക്വൽ ടു എക്സ് ആൻഡ് y ഈക്വൽ ടു എക്സ് സ്ക്വയർ. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ രണ്ട് കർവുകളാണ് തന്നിട്ടുള്ളത്. നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ പഠിച്ചപ്പോൾ നമ്മൾ 3 റിസൾട്ടുകളായിരുന്നു പഠിച്ചിരുന്നത്. ഒന്ന് എക്സ് ഇസ് ഈക്വൽ ടു y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞൊരു കർവ്, പിന്നെ എന്താ എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് y എന്ന് പറഞ്ഞൊരു കർവ്, പിന്നെ രണ്ടെണ്ണം y1 ഉം y2 രണ്ട് കർവുകൾ ചേരുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഏരിയ കണ്ടുപിടിക്കുന്ന ഒരു റിസൾട്ട്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ആ മൂന്നാമത്തെ റിസൾട്ടിൽ പെടുന്ന ചോദ്യമാണ്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഇത് വെച്ചിട്ടുള്ളൊരു ഫിഗർ നമുക്ക് വരച്ച് നോക്കാം. അപ്പോൾ നമുക്ക് എക്സ് ആക്സിസും വൈ ആക്സിസും ഒന്ന് വരയ്ക്കാം. ഇതാണ് നമ്മളുടെ എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്. അപ്പോൾ ആദ്യത്തെ എന്താ പറഞ്ഞിരിക്കുന്നത്, y ഈക്വൽ ടു എക്സ് എന്ന് പറയുന്ന ലൈന്. y ഈക്വൽ ടു എക്സ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഒറിജിനൽ കൂടെ അല്ലേ, എക്സിൻ്റെയും വൈയുടെയും വാല്യൂ സെയിം ആണ്. അപ്പോൾ ഇതിങ്ങനെ പോകുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും എന്താ y ഈക്വൽ ടു എക്സ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ കർവ് എന്താ, y ഈക്വൽ ടു എക്സ് സ്ക്വയർ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് പരാബോളയാണ്. എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ടേം കണ്ടിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മളുടെ അപ്വേർഡ് ഡയറക്ഷനിലിരിക്കുന്ന പരാബോളയായിരിക്കും എന്താ എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഒരു ടേം വന്നിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ y ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറയുന്ന കർവ്. ഓക്കെ, ഈ രണ്ട് കർവുകളും കൂട്ടിമുട്ടിയപ്പോൾ ഫോം ചെയ്യുന്നത് ഇവിടെ ഒരു റീജിയൻ കണ്ടോ, ഈ റീജിയൻ്റെ ഏരിയ ആണ് നമ്മളോട് കണ്ടുപിടിക്കാനായിട്ട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളുടെ റീജിയൻ നമുക്ക് കിട്ടി. ഇനി നമുക്കിതിൽ ലിമിറ്റ് പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ലിമിറ്റും കണ്ടുപിടിക്കണം, ഇതിൻ്റെ ഏരിയയും കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം നമുക്ക് തന്നിട്ടുള്ള ഈ രണ്ട് കർവുകളൊന്ന് എടുത്തെഴുതാം. ഒന്നെന്താണ്, y ഈക്വൽ ടു എക്സ് സ്ക്വയർ, ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിക്കാം. പിന്നെ തന്നിട്ടുള്ള കർവ് എന്താ, y ഈക്വൽ ടു എക്സ്, ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 2 എന്നും വിളിക്കാം. ഇനി നോക്കിയേ, ഈ y ഈക്വൽ ടു എക്സ് എന്ന് പറയുന്ന ഈ ഒരു സാധനത്തെ ഞാൻ ഇക്വേഷൻ നമ്പർ 1ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് പോവുക. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ഇക്വേഷൻ നമ്പർ 2 ഇൻ ഇക്വേഷൻ നമ്പർ 1. അപ്പോൾ ഇത് ഇതിനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ, അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും എന്തായിരിക്കും അവിടെ വരുന്നത് അല്ലേ, ഇക്വേഷൻ നമ്പർ 2 നമ്മൾ 1ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതായത് y ഈക്വൽ ടു എക്സ്. അപ്പോൾ വൈക്ക് പകരം നമ്മൾ എന്തിട്ട് കൊടുക്കും, എക്സ് ഇട്ട് കൊടുക്കും. അപ്പം ഇക്വേഷൻ നമ്പർ 1 എങ്ങനെയാകും, എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്നായിട്ട് മാറും. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ ഒന്ന് സോൾവ് ചെയ്തെടുക്കാം. ഓക്കെ, ഇപ്പോൾ ഈ എക്സിനെ നമ്മൾ ഇപ്പുറത്തേക്ക് തട്ടുമ്പോൾ എക്സ് സ്ക്വയർ മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് വരും. ഇതിനകത്ത് രണ്ട് ഇതിനകത്തും ഒരു എക്സ് കോമൺ ഇല്ലേ, അതിനൊരെണ്ണം നമുക്ക് പുറത്തേക്ക് എടുക്കുമ്പോൾ എക്സ് കോമൺ ആയിട്ട് ഞാൻ പുറത്തെടുത്തു. ഇവിടെ നിന്ന് ഒരു എക്സ് പുറത്തെടുത്തപ്പോൾ അവിടെ മിച്ചം ഒരു എക്സ്, മൈനസ് ഇവിടെ നിന്ന് എക്സ് പുറത്തെടുത്തപ്പം 1 ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടി, എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 ഈക്വൽ ടു 0 എന്ന് കിട്ടി. അപ്പോൾ എന്താ, അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുമായിരിക്കും, ഒന്നെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് എഴുതാം, അല്ലെങ്കിൽ എക്സ് മൈനസ് 1 ഈക്വൽ ടു 0 എന്ന് എഴുതാം. എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴല്ലേ നമുക്ക് ഇവിടെ 0 കിട്ടുന്നത്. അപ്പോൾ ഒന്നെങ്കിൽ ഇതായിരിക്കും 0, അല്ലെങ്കിൽ ഇതായിരിക്കും 0. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഇങ്ങനെ എഴുതിയത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ലിമിറ്റ് കിട്ടുമല്ലോ. ഇവിടെ ഓൾറെഡി എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഇതിൽ നിന്ന് ഈ -1 ഇപ്പുറത്തേക്ക് വരുമ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 1 എന്നും നമുക്ക് കിട്ടി. അപ്പോൾ നമ്മുടെ ലിമിറ്റായി 0 to 1. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിച്ചാൽ മതി, ഏരിയ കണ്ടുപിടിച്ചാൽ മതി. അപ്പം എന്താ, ഏരിയ ബിറ്റ്വീൻ ദ കർവ്സ്, ഏരിയ ബിറ്റ്വീൻ ദ കർവ്സ് is equal to integral 0 to 1. നമ്മുടെ ലിമിറ്റ് ഓൾറെഡി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 0 to 1 ലിമിറ്റ് ഇട്ടു. അപ്പം രണ്ട് കർവുകൾക്ക് ഇടയിലുള്ള ഏരിയ കണ്ടുപിടിക്കുന്നതിൻ്റെ ഇക്വേഷൻ എന്താണ്, y1 മൈനസ് y2 dx. ഓക്കെ, y1 നമ്മളുടെ കയ്യിലുണ്ട്, y2 നമ്മളുടെ കയ്യിലുണ്ട്, അത് ഇട്ട് കൊടുത്താൽ മതിയല്ലോ. 0 to 1 എന്താ, y1 എന്ന് പറയുന്നത് ഇതാണ്, ഇത് ഒരെണ്ണത്തിന് y1 എന്നും ഇതിനെ നമുക്ക് y2 എന്നും വിളിക്കാം. ഇത് രണ്ടും നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ എന്താ, y1 എക്സ് മൈനസ് y2 എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ. അപ്പോൾ എക്സ് മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ് എന്ന് വന്നു. ഓക്കെ അല്ലേ, ഇനി ഇതിനെ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ എന്ത് വരും, എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്താ, എക്സ് സ്ക്വയർ ബൈ 2 മൈനസ് പിന്നെന്താ, എക്സ് സ്ക്വയറിൻ്റെ ഇൻ്റഗ്രൽ എക്സ് ക്യൂബ് ബൈ 3. ഈ ഇൻ്റഗ്രൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ ഇൻ്റഗ്രൽസിൻ്റെ ചാപ്റ്ററിൽ തുടക്കത്തിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഡൗട്ട് ഉള്ളവർ അതൊന്ന് നോക്കിയാൽ മതി. അപ്പോൾ ഇൻ്റഗ്രൽ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ലിമിറ്റ് നമുക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ലിമിറ്റ് നമ്മൾ ഇട്ടു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ, നമ്മുടെ ഈ ലിമിറ്റുകൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യണം. എക്സിൻ്റെ സ്ഥാനത്തേക്ക് നമ്മൾ ലിമിറ്റ്സ് അപ്ലൈ ചെയ്യണം. അപ്പോൾ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. അപ്പോൾ ആദ്യം നമുക്ക് അപ്പർ ലിമിറ്റായി 1 ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതെന്ത് വരും, 1 സ്ക്വയർ ബൈ 2 മൈനസ് 1 ക്യൂബ് ബൈ 3. അപ്പർ ലിമിറ്റ് നമ്മൾ ഇട്ടു, മൈനസ് ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത് 0 ആണ്. ഈ 0 എക്സിൻ്റെ സ്ഥാനത്തേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ അത് കംപ്ലീറ്റ് 0 ആയി പോകും. പിന്നെ നമ്മൾ 0 ഇട്ടാൽ മതി. പിന്നെ ഇതിനെ സോൾവ് ചെയ്താൽ മതിയല്ലോ. 1 സ്ക്വയർ എന്ന് പറയുന്നത് 1 തന്നെ. അപ്പോൾ ഇതിനെ 1/2 മൈനസ് 1/3 എന്ന് വന്നു.
ഓക്കെ അല്ലേ? ഇനി ഇതൊന്ന് സോൾവ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം? ക്രോസ് മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ 1 × 3 എന്താ? 3 മൈനസ് 1 × 2 2 ബൈ 2 × 3 6 വിച്ച് ഇസ് ഈക്വൽ ടു 3 - 2 എന്ന് പറയുന്നത് 1/6 1/6 എന്നാണ് നമ്മളുടെ എന്ത് ഈ രണ്ട് കർവുകൾ ജോയിൻ ചെയ്യുമ്പം അതിൻ്റെ ഇടയിൽ വരുന്ന ഈ റീജിയൻ്റെ ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്തൊരു പ്രോബ്ലം ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളുടെ അടുത്ത ചോദ്യമാണിത്. നമുക്ക് ഈ ചോദ്യം 2 പാർട്ടായിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്ന്, ഫൈൻഡ് ദ പോയിന്റ്സ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ദി പരാബോള y² = 8x ആൻഡ് ദി ലൈൻ y = 2x. അപ്പോൾ നമുക്കിവിടെ 2 കർവുകളാണ് തന്നിട്ടുള്ളത്. ഒന്ന് പരാബോളയും ഒന്ന് ലൈനും. അപ്പോൾ ഇത് രണ്ടും നമ്മൾ വരയ്ക്കുമ്പോഴത്തേക്കും അത് കൂട്ടിമുട്ടുന്ന പോയിന്റുകളുണ്ടല്ലോ, ആ പോയിന്റ്സ് ഓഫ് ഇന്റർസെക്ഷൻ ആണ് നമുക്ക് ഫസ്റ്റ് കേസിൽ കണ്ടുപിടിക്കേണ്ടത്. രണ്ടാമത്തത് എന്താ, അവിടെ 2 കർവുകൾ കൂട്ടിമുട്ടുമ്പോൾ അവിടെ ഒരു റീജിയൻ ഫോം ചെയ്യും. ആ റീജിയൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ ഫിഗർ ഒന്ന് നമുക്ക് വരയ്ക്കാം. ഓക്കെ, ഇപ്പം നമ്മുടെ x ആക്സിസും y ആക്സിസും ആണത്. അപ്പോൾ ആദ്യത്തെ കർവ് എന്താ തന്നിട്ടുള്ള പരാബോളയാണ് y² = 8x. അപ്പോൾ y² നമ്മൾ ഓൾറെഡി എന്താണ് നോർമലായിട്ട് പഠിച്ചിട്ടുള്ള പരാബോള തന്നെ y² = 4ax എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെ ആയിരിക്കും അത് വരുന്നത്? ഇങ്ങനെ അല്ലേ, ഇങ്ങോട്ടേക്ക് ഡയറക്ഷൻ ആയിട്ടായിരിക്കും y² = 8x എന്ന് പറയുന്ന പരാബോള ഉണ്ടാവുക. ഓക്കെ, രണ്ടാമത്തേന്ന് പറഞ്ഞത് ലൈനാണ് അല്ലേ, y = 2x എന്ന് പറയുന്ന ലൈൻ. അപ്പോൾ അതെങ്ങനെയായിരിക്കും നമുക്ക് വരയ്ക്കാൻ പറ്റുന്നത്? നമ്മൾ ഓൾറെഡി y = x എന്ന് പറയുന്ന ഒരു ലൈൻ വരച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ y = x എന്ന് പറയുന്നത് കൃത്യം സെൻറ്ററിൽ കൂടെ, ഇതിൻ്റെ ഈ 2 ലൈനുകളുടെയും കൃത്യം സെൻറ്ററിൽ കൂടെ പാസ് ചെയ്യുന്നതായിരിക്കും y = x എന്നുള്ളത്. പക്ഷേ y = 2x എന്ന് പറയുമ്പോൾ ടിൽറ്റ് ഇങ്ങോട്ടൊന്ന് ലെഫ്റ്റ് ആകും, ഒന്ന് ഇങ്ങോട്ടേക്കൊന്ന് ചെരിയും. ഓക്കെ, ഒരു ചെറിയൊരു ചെരിവുണ്ടാവും. അപ്പോൾ y = 2x ഞാനൊന്ന് എക്സാക്റ്റ് അല്ല, എന്നാലും y = 2x ഞാനൊന്ന് വരയ്ക്കുവാണ്. ഇതായിരിക്കും സ്ട്രെയിറ്റ് ലൈൻ തന്നെ. ഇതാണ് നമ്മുടെ y = 2x എന്ന് പറയുന്ന ലൈൻ. ഓക്കെ, അപ്പോൾ ഇത് തമ്മിൽ എന്താ ഇതിങ്ങനെയായിരിക്കും ഇന്റർസെക്റ്റ് ചെയ്യുന്നത്. ഇതെന്താ y² = 8x അല്ലേ, y² = 8x. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും തമ്മിൽ ഇന്റർസെക്റ്റ് ചെയ്തപ്പോൾ ഇവിടെ ഒരു റീജിയൻ ഫോം ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ഏരിയ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതാണ് നമ്മുടെ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത്. നമ്മുടെ ഫസ്റ്റ് പാർട്ട് എന്താ, ഈ 2 കർവ്സും കൂട്ടിമുട്ടുന്നത് ഈ പോയിന്റ് ഉണ്ടല്ലോ, ഒന്ന് ഈ പോയിന്റും രണ്ടാമത്തത് ഈ പോയിന്റും. ഈ 2 പോയിന്റ്സിൻ്റെയും പോയിന്റ്സ് ഓഫ് ഇന്റർസെക്ഷൻ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് തന്നിട്ടുള്ള 2 ഇക്വേഷൻസ് ഒന്ന് എടുത്തെഴുതാം. ഒന്നെന്താണ്, y² = 8x, ഇതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം. രണ്ടാമത്തെ തന്നിട്ടുള്ളത് y = 2x, ഇതിന് ഇക്വേഷൻ നമ്പർ 2 എന്നും വിളിക്കാം. അപ്പോൾ നമ്മൾ തൊട്ട് മുന്നത്തെ പ്രോബ്ലത്തിൽ ചെയ്തതുപോലെ തന്നെ ഈ രണ്ടാമത്തെ ഇക്വേഷൻ y = 2x എന്ന് പറയുന്നതിന് നമുക്ക് ഇതിലേക്കൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ഇക്വേഷൻ നമ്പർ 2 ഇൻ ഇക്വേഷൻ നമ്പർ 1. അപ്പോൾ y = 2x, yക്ക് പകരം നമ്മൾ 2x ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകും. അപ്പോൾ എന്തായിരിക്കും വരുന്നത്? 2x the whole square = 8x. 2x the whole square എന്ന് പറയുമ്പോൾ എന്താ വരുന്നത്? 4x² = 8x അല്ലേ. പിന്നെ ഈ 8x നമുക്ക് ഇപ്പുറത്തോട്ടേക്ക് കൊണ്ടുവരുമ്പോൾ 4x² - 8x = 0 എന്ന് കിട്ടും. ഈ 2 ടേംസിൽ നിന്ന് നമുക്കൊരു 4xനെ വെളിയിലേക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ 4xനെ നമ്മൾ വെളിയിലേക്ക് എടുക്കുമ്പോൾ ഇവിടെ എന്താ, 4 എടുത്തു, x എടുത്തു, മിച്ചം ഇവിടെ ഒരു x ഉണ്ട്, മൈനസ് ഇവിടെ നിന്ന് 4 പോകുമ്പോൾ മിച്ചം 2, പിന്നെ x അല്ല, x വെളിയിലേക്ക് എടുക്കും, മിച്ചം അവിടെ എന്തേ ഉള്ളൂ, 2 ഉള്ളൂ. അപ്പോൾ ബ്രാക്കറ്റിനകത്ത് എന്ത് വരും? x - 2 എന്ന് വരും, വിച്ച് ഇസ് ഈക്വൽ ടു 0. അപ്പോൾ 4x × x - 2 ആണ് നമുക്ക് 0 എന്ന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ കേസിൽ എന്താ, ഒന്നെങ്കിൽ 4x = 0 ആകും, അല്ലെങ്കിൽ x - 2 = 0 ആകും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എക്സിന് 2 വാല്യൂസ് കിട്ടും അല്ലേ. അപ്പോൾ ഇവിടെ എക്സിൻ്റെ വാല്യൂ എന്താകും? ഈ 4നെ ഇപ്പുറത്ത് കൊണ്ടുവന്ന് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ, x = 0 എന്ന് തന്നെ ഇവിടെ കിട്ടും. ഈ കേസിൽ ഈ -2 ഇപ്പുറത്തേക്ക് പോകുമ്പോൾ x = 2 എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് 2 ലിമിറ്റ് കിട്ടി അല്ലേ. ഈ 2 എക്സ് വാല്യൂസ് എന്ന് പറയുന്നത് നമുക്ക് ഏരിയ കണ്ടുപിടിക്കാനായിട്ടുള്ള ലിമിറ്റാണ്. പക്ഷേ നമുക്ക് പോയിന്റ്സ് ഓഫ് ഇന്റർസെക്ഷൻ അല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ കിട്ടിയ വാല്യൂസ് നമ്മൾ അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഓൾറെഡി x = 0 എന്ന് പറയുമ്പോൾ ഓൾറെഡി നമുക്ക് പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ 0 0 ഇത് 0 0 ആണെന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ഡയറക്റ്റ് അത് എഴുതാം. ഈ പോയിന്റ് നമുക്ക് കണ്ടുപിടിക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ കിട്ടിയ x = 2 എന്ന് പറയുന്ന വാല്യൂ ഈ ഇക്വേഷനകത്തോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. y = 2x നമ്മൾ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും എന്താ വരുന്നത്, y = 2x നമ്മൾ ആ വാല്യൂ ഇട്ട് കൊടുക്കാനായിട്ട് പോകുവാണ്. y = 2x. അപ്പോൾ എക്സിന് 2 ഇട്ട് കൊടുക്കുമ്പോൾ y = 2 × 2 എന്ത് വന്നു, y = 4 എന്ന് വന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ പോയിന്റ്സ് ഓഫ് ഇന്റർസെക്ഷൻ എന്താ, ദ പോയിന്റ്സ് ഓഫ് ഇന്റർസെക്ഷൻ ആർ ഒന്ന് 0 0 ആണെന്ന് നമുക്കറിയാം, അതങ്ങനെ തന്നെ എഴുതി. രണ്ടാമത്തെ എന്താണ് നമുക്ക് കിട്ടിയത്, എക്സിന് 2 ഇട്ട് കൊടുത്തപ്പോൾ നമുക്ക് y വാല്യൂ കിട്ടിയത് എന്താണ്, 4. അപ്പോൾ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്, 2 4 ആയിരിക്കും നമ്മുടെ പോയിന്റ്സ് ഓഫ് ഇന്റർസെക്ഷൻ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പാർട്ടിൻ്റെ ആൻസർ ഇവിടെ കഴിഞ്ഞു.
ഇനി സെക്കൻഡ് പാർട്ട് എന്താ, നമുക്ക് ഏരിയ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ എന്താണത്, ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന റീജിയൻ്റെ ഏരിയ ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ നമുക്കൊന്ന് എഴുതാം അല്ലേ. അപ്പോൾ റിക്വയർഡ് ഏരിയ ഇസ് ഈക്വൽ ടു ഏരിയ ഓഫ് ദി ഷെയ്ഡഡ് റീജിയൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഇക്വേഷൻ ഒന്ന് എടുത്ത് എഴുതാം. അപ്പം നമ്മുടെ ലിമിറ്റ് വാല്യൂ ഓൾറെഡി നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. എന്താ, ഇൻ്റഗ്രൽ 0 to 2 ആണ് നമ്മുടെ ലിമിറ്റ് വാല്യൂ. നമ്മുടെ ഇക്വേഷൻ എന്താ, y1 മൈനസ് y2 dx. അപ്പോൾ നമുക്കിവിടെ y1 ഇട്ട് കൊടുക്കണം, y2 ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അല്ലേ, നമുക്കിവിടെ y² ഈക്വൽ ടു 8x എന്നാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഇവിടെ ഒരെണ്ണമുണ്ട്, ഇതിന് നമുക്ക് y2 ആയിട്ട് എടുക്കാം. ഇത് y1 ആണ്, പക്ഷേ നമുക്കിവിടെ y² ഈക്വൽ ടു 8x ആണ്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ y ഒരു വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് എന്ത് ചെയ്താൽ മതി, ഇതിൻ്റെ റൂട്ട് എടുത്താൽ മതി. അപ്പോൾ y ഈസ് ഈക്വൽ ടു എന്ത് വരും, റൂട്ട് ഓഫ് 8x എന്ന് വരും. ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ റൂട്ട് എടുക്കുമ്പോഴത്തേക്കും y ഈസ് ഈക്വൽ ടു റൂട്ട് 8 ഇൻറ്റു റൂട്ട് എക്സ്. ഇങ്ങനെ നമുക്കതിനെ എഴുതാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ y1, ഇതാണ് നമ്മുടെ y2. അപ്പോൾ ഇത് നമുക്ക് അങ്ങോട്ടേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇക്വേഷനകത്തേക്ക് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് എന്താ വരുന്നത്, വിച്ച് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 2 y1 എന്ന് പറയുമ്പോൾ എന്താ, റൂട്ട് 8 ഇൻറ്റു റൂട്ട് എക്സ് അല്ലേ. റൂട്ട് 8 ഇൻറ്റു റൂട്ട് എക്സ് മൈനസ് y2 എന്ന് പറയുന്നത് 2x dx. ഓക്കെ അല്ലേ. ഇനി നമുക്കിതിനെ ഒന്ന് ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. വിച്ച് ഈസ് ഈക്വൽ ടു, ഇതിൽ റൂട്ട് 8 എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇൻ്റഗ്രൽ 0 to 2 അതിന് മുന്നേ ആയിട്ട് റൂട്ട് 8 ഇൻറ്റു ഈ റൂട്ട് എക്സിനെ ഞാൻ x⁻² എന്ന് എഴുതുവാണ്, മൈനസ് 2x dx. ഇനി നമുക്കിതിനെ ഒന്ന് ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. വിച്ച് ഈസ് ഈക്വൽ ടു, റൂട്ട് 8 എന്ന് പറയുന്നത് ഇവിടെ കോൺസ്റ്റൻ്റ്. അപ്പോൾ റൂട്ട് 8 ഇൻറ്റു x⁻² ഇൻ്റഗ്രൽ എന്താണ്, x⁻³ മൈനസ് ഇവിടെ 2 എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ 2 ഇൻറ്റു എക്സിൻ്റെ ഇൻ്റഗ്രൽ x²/2. അപ്പോൾ ഇൻ്റഗ്രേഷൻ കണ്ടുപിടിച്ചതിന് ശേഷം എന്ത് ചെയ്യണം, നമ്മൾ ആ ലിമിറ്റ് അങ്ങനെ തന്നെ നമുക്ക് ഇട്ട് കൊടുക്കണം. ഓക്കെ അല്ലേ. ഓക്കെ, പിന്നെ ഈ കേസിൽ ഈ 2ഉം ക്യാൻസലായി പോവുക. ഇനി എന്താ നമ്മൾ ചെയ്യണത്, ഈ 3/2നെ നമ്മൾ നേരെ ഈ ഡിവിഷനിൽ നിന്ന് പുറത്തേക്ക് എടുക്കും. ബാക്കിയുള്ള എന്താണെന്ന് നമുക്കൊന്ന് എഴുതി നോക്കാം. വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് വരും, റൂട്ട് 8 ഇൻറ്റു 3/2 പുറത്തേക്ക് വന്നപ്പോൾ അത് 2/3 ആയി, ഇൻറ്റു x⁻³ മൈനസ് ഇവിടുത്തെ 2ഉം ക്യാൻസലായി പോയപ്പോൾ മിച്ചം അവിടെ എന്തുണ്ട്, x² ഉണ്ട്, മൈനസ് x². നമ്മുടെ ലിമിറ്റ് അതേപടി തന്നെ നമുക്ക് അപ്ലൈ ചെയ്യണം, 0 to 2. ഓക്കെ അല്ലേ. ഇനി നമുക്ക് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ചെയ്യാം. ഇവിടെ അപ്പർ ലിമിറ്റ് മാത്രം ഇട്ട് കൊടുത്താൽ മതി, കാരണം ലോവർ ലിമിറ്റ് 0 ആയതുകൊണ്ട് ആ ടേം നമുക്ക് 0 ആയി പോകും. അപ്പോൾ അപ്പർ ലിമിറ്റ് ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് വരും, റൂട്ട് 8 ഇൻറ്റു 2/3 ഇൻറ്റു എക്സിന് 2 ഇട്ട് കൊടുക്കുമ്പോൾ 2⁻³ മൈനസ് x² എന്ന് പറയുമ്പോൾ അവിടെ എന്താ വരുന്നത്, 2². അപ്പോൾ നമ്മൾ അപ്പർ ലിമിറ്റ് ഇവിടെ ഇട്ട് കൊടുത്തു, മൈനസ് ലോവർ ലിമിറ്റ് 0 ആയതുകൊണ്ട് അത് കംപ്ലീറ്റ് 0 ആയിട്ട് പോകും. അത്ര ഓക്കെ അല്ലേ. ഓക്കെ, ഇനി ദേ ഈ 2നെ കൂടെ ഞാൻ ഇതിനകത്തേക്ക് കയറ്റുക. അപ്പം എന്ത് വരും, റൂട്ട് 8 ഈ 3നെ ഞാൻ ഇതിൻ്റെ റൂട്ട് 8ൻ്റെ താഴത്തേക്ക് മാറ്റുന്നു. ഇവിടെ 2 ഈ വെറും 2 എന്ന് പറയുന്നത് എന്താ, അത് 2⁻1 ആണെന്ന് അണ്ടർസ്റ്റുഡ് ആണ്. അപ്പോൾ 2⁻1 ഇൻറ്റു 2⁻3/2 മൈനസ് 2² എന്ന് പറയുന്നത് എന്താണ്, 4 ആണ്. ഓക്കെ, ഇത് നോക്കിയേ, a⁻m ഇൻറ്റു a⁻n നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള റിസൾട്ടാണ്. a⁻m ഇൻറ്റു a⁻n എന്ന് പറയുന്ന ഫോർമാറ്റിൽ വന്നാൽ നമുക്ക് ഈ പവറുകളെ തമ്മിൽ എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം. a⁻m + n എന്ന് നമുക്കിതിനെ ആഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമുക്കിതിനെ ഒന്ന് ആഡ് ചെയ്യാം അല്ലേ. അപ്പോൾ എന്തായിരിക്കും വരുന്നത്, വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് 8/3 ഇൻറ്റു 2⁻1 + 3/2 എന്നായിട്ടത് മാറും. അപ്പോൾ 2⁻1 + 3/2 മൈനസ് 4 അങ്ങനെ തന്നെ എഴുതി, വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് 8/3 ഇൻറ്റു 2⁻1 + 3/2 എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടും, ഇതിനെ ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്കിവിടെ 2⁵/2 എന്ന് കിട്ടും, മൈനസ് 4. ഇനി നോക്കി അടുത്ത സ്റ്റെപ്പിൽ ഞാൻ ഈ റൂട്ട് 8നെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഈ റൂട്ട് 8നെ എനിക്ക് റൂട്ട് ഓഫ് 4 ഇൻറ്റു 2 എന്ന് എഴുതാമല്ലോ അല്ലേ. എന്താ ഇതിനെ ഞാൻ 4 ഇൻറ്റു 2 എന്ന് എഴുതി, /3 അങ്ങനെ തന്നെ എഴുതി, ഇൻറ്റു 2⁵/2 മൈനസ് 4 വിച്ച് ഈസ് ഈക്വൽ ടു, ഇതിൽ 4ന് റൂട്ടുണ്ട്, ഇതിന് റൂട്ടില്ല. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം, 2√2 എന്ന് എഴുതാമല്ലോ. ഇതിനെ 2√2/3 ഇൻറ്റു 2⁵/2 മൈനസ് 4. ഓക്കെ, ഈ 2√2 എന്നുള്ളതിനെ ഞാൻ ഇതിങ്ങനെ ആക്കാൻ പോകും, വിച്ച് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ആ റൂട്ട് 2നെ ഞാൻ 2⁻1/2 എന്നാക്കി, ഇൻറ്റു പിന്നെ ഒരു 2⁵/2 ഉണ്ട്, ഇതിനെ മൊത്തത്തിൽ നമ്മളൊരു 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, മൈനസ് 4. ഈ ഒരു സാധനത്തെയാണ് ഞാൻ ഇങ്ങനെ എഴുതിയേക്കുന്നത്. 2 ഇൻറ്റു റൂട്ട് 2നെ 2⁻1/2 എന്നാക്കി, ഇൻറ്റു 2⁵/2 എന്ന് എഴുതി, /3 മൈനസ് 4. ഇനി ഇവിടെ നോക്കിയേ, ഇതും a⁻m ഇൻറ്റു a⁻n ഫോർമാറ്റ് അല്ലേ. അപ്പോൾ ഇപ്പോൾ ഇവിടെ 1 അണ്ടർസ്റ്റുഡ് ആണ്. അപ്പോൾ ഇതിനെ രണ്ടിനെയും കൂടെ ഞാൻ ആഡ് ചെയ്യുക. അപ്പോൾ 1 + 1/2 എന്ന് പറയുമ്പോൾ എന്തായിട്ട് മാറും, അത് 2⁻3/2 ഇൻറ്റു
2^5/2/3 which is equal to ഇതും അതേ ഫോർമാറ്റിൽ തന്നെ a⁻m × a⁻n അപ്പോൾ 3/2 + 5/2 എന്ത് വരും? ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് ഈ ന്യൂമറേറ്ററുകളെ തമ്മിൽ ആഡ് ചെയ്താൽ മതി. അപ്പോൾ എന്ത് വരും? 5 + 3 8 അല്ലേ? അപ്പോൾ 2^8/2/3 which is equal to 8/2 എന്ന് പറയുന്നത് 4 അല്ലേ? അപ്പോൾ 2^4/3 - 4 എന്ന് കിട്ടി. 2^4 എന്താ? 16 ആണ്. 16/3 - 4. ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 16 - 4 × 3 എന്ന് പറയുന്നത് 12/3. 16 - 12 is 4. അപ്പോൾ നമ്മുടെ ഫൈനൽ ആൻസർ എന്ത് കിട്ടി? 4/3² യൂണിറ്റ്സ് എന്ന് കിട്ടി. ഉണ്ടോ? ഇതാണ് നമ്മുടെ ഫൈനൽ ഏരിയ ആയിട്ട് വരുന്നത്. ഈ ഒരു പോർഷൻ എന്ന് വരുമ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ഒറ്റയടിക്ക് ചെയ്യാനുള്ളതേ ഉള്ളൂ. എന്നാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആകാതിരിക്കാനാണ് ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എഴുതിയത്. ഒറ്റയടിക്ക് ഈ സാധനമൊക്കെ ഒറ്റയടിക്ക് ഒറ്റ സ്റ്റെപ്പിലാക്കി എഴുതാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ റൂട്ട് 8 നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയതൊന്ന് ഇതിലൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് 2 പ്രോബ്ലംസ് ആണ് ചെയ്തത്. രണ്ടും തന്നെ നല്ല രീതിയിലൊന്ന് എഴുതി പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്